ഇന്ന് നമുക്ക് പനീർ പൊട്ടറ്റോ മിക്സഡ് കറി വെക്കാമേ. ഇങ്ങനെ വെക്കുമ്പം ഇത് നമ്മൾ പനീർ ഇല്ലാതെ പൊട്ടറ്റോ തന്നെ വെച്ചാൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ പനീറിന് എപ്പോഴും ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുമ്പം പൊട്ടറ്റോ ആഡ് ചെയ്തില്ലേ ഒരു രസവും ഉണ്ടാകത്തില്ല കറിക്ക്. നമ്മൾ പനീർ ആദ്യം എണ്ണയിൽ സ്വല്പം ഉപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴട്ടിയെടുക്കുക. വെള്ളം വറ്റിച്ച് ഒന്ന് അതിനകത്തൊന്ന് വേവിച്ചെടുക്കുന്നു. വേവിച്ചതിനെ കോരിയെടുക്കണമേ. ഇത് കംപ്ലീറ്റ് നമുക്ക് കോരിയെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് ഒണിയനും പൊട്ടറ്റോയും ക്യാരറ്റ് ഈ മൂന്നെണ്ണവും നമ്മൾ എങ്ങനെയാണോ പനീർ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തിടുക. അതുപോലെ ക്യാരറ്റ് അതുപോലെ തന്നെ സ്വല്പം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനകത്തോട്ട് സോംപ് ഒരു സ്പൂണും ഇട്ട് പിന്നെ കറി ലീവ്സും ഇട്ട് സ്വല്പം ഉപ്പും കൂടെ നമ്മൾ ഇതിനകത്തിട്ട് വേണം ഇതൊന്ന് വഴട്ടിയെടുക്കാൻ. ഞാൻ പൊട്ടറ്റോയ്ക്ക് ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മളിത് വഴട്ടണം. നന്നായി വഴട്ടിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പരിപാടി നോക്കാം. തേങ്ങാപ്പാൽ ഞാൻ മിക്സിഡ് ജാറിലോട്ട് ഒരു അരമുറി തേങ്ങ എടുത്ത് ഒന്ന് അങ്ങനെ പൊടിച്ചെടുക്കുന്ന പോലെ എടുത്തു. കണ്ടോ, ഇതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിയാൻ പരുവത്തിനുള്ള ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അത് പിഴിഞ്ഞ് അരിച്ചെടുത്ത് ഞാൻ പനീർ എടുത്ത് വെച്ച അതേ പാത്രത്തിലോട്ട് ആ ഫസ്റ്റ് മിൽക്ക് എടുത്ത് വെച്ചതാണിത്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് മിൽക്ക് എടുക്കണം. വീണ്ടും അതിനകത്തോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചേച്ച് നല്ലപോലെ ഞെരടി പിഴിഞ്ഞ് അതുപോലെ തന്നെ അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കണം. അത് എടുത്ത് വെച്ചത് നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ വഴട്ടിയെടുക്കുന്നതിനകത്ത് ആദ്യം ഒഴിക്കുന്ന സെക്കൻഡ് മിൽക്കാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തുകൊണ്ട് വരുവാണേ. നോക്കിയേ, കണ്ടോ, പിഴിഞ്ഞെടുത്തതാണിത്. ഇത് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തതാണ്. ഇനി ഇതിൻ്റെ വലിയ പണികളൊക്കെ കഴിഞ്ഞു. നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്ന അതിനകത്ത് വലിയ ഇച്ചിരി പ്രയാസമുള്ള ഒരു പണിയായിട്ട് എല്ലാവരും ചിന്തിക്കുക. ഇനി നമുക്കിതിനകത്ത് മസാലപ്പൊടികളിടാം. ടർമറിക് പൗഡർ 1/2 സ്പൂണ്, കൊറിയാൻഡർ പൗഡർ ഒരു 1.5 സ്പൂൺ, അതുപോലെ ഗരം മസാല പൗഡറൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സെയിം ഗരം മസാലയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്, 1 സ്പൂണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് അത്രയും ഇട്ടിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടത് എണ്ണയിലൊന്ന് മിക്സായി ഒന്ന് ചൂടാകണം മസാലയെല്ലാം. അതിനുശേഷം നമ്മൾക്ക് സെക്കൻഡ് മിൽക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നില്ല അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഒഴിക്കുമ്പോൾ അടിമട്ട് ഒഴിക്കരുത്. എപ്പോഴും അതിനകത്ത് അടിയിലൊരു സ്വല്പം കറുത്ത് പൊടി പോലെ കാണും നമ്മൾ തേങ്ങാപ്പാൽ ഒറിജിനൽ എടുക്കുമ്പോൾ. കണ്ടോ, അടിവശത്തെ ഞാൻ മാറ്റുവാണേ. ഇനി നമുക്കിത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യണം. പൊട്ടറ്റോ നന്നായിട്ട് വേകണം. പൊട്ടറ്റോ വേകുന്നതായി ഇതിൻ്റെ കണക്ക്. നല്ല രീതിയിൽ വേകുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാമേ. അതപ്പോഴത്തേക്ക് തേങ്ങാപ്പാലെല്ലാം വറ്റി കഴിയും. നോക്കാം നമുക്കൊന്ന്. കണ്ടോ, തേങ്ങാപ്പാലും വറ്റി, പൊട്ടറ്റോ ഏകദേശം വെന്തും കഴിഞ്ഞു. ഏകദേശമല്ല, ഫുൾ വെന്തു. നന്നായിട്ട് നമുക്കിതിനെ ഉടച്ചു കൊടുത്തുകൊണ്ട് ഇതിനകത്ത് ഒരു നുള്ളു ഗരം മസാലയും കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാമേ. നോക്കിക്കേ, ഇനി നമുക്കിതിനകത്ത് ഗരം മസാല സ്വല്പം ഇട്ടതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ പനീറും ഫസ്റ്റ് മിൽക്കും എടുത്ത് വെച്ചത് ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒന്നിച്ചൊഴിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നിച്ച് ഒരു പാത്രത്തിൽ തന്നെ ആക്കി വെച്ചത്. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നോക്കണം ഉപ്പുണ്ടോ എന്ന്. എൻ്റേത് ഇച്ചിരി ഉപ്പ് കുറവാണ്. സ്വല്പം ഞാൻ ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെച്ച് ഞാൻ ഇതിനെ എന്ത് ചെയ്യും, അടച്ച് വയ്ക്കാൻ പോവാം. അടച്ച് വെച്ച് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒത്തിരി കിടന്ന് തിളയ്ക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ ഉപ്പ് ഇട്ടു, വെളിച്ചെണ്ണ ഇനി ഒഴിക്കാൻ പോവാം. ഒഴിച്ച് വെച്ച് കംപ്ലീറ്റ് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഓഫ് ചെയ്ത് തന്നെ അടച്ച് വെച്ചേക്കുക. അടച്ച് വെച്ച് അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് ഇത് പനീർ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തൊന്നുമില്ല പണി. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് നമുക്ക് അപ്പത്തിന് കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുന്ന കറികൾ നമ്മൾ എന്തിൻ്റെ എല്ലാം കൂടെ കഴിക്കും, അതിൻ്റെ എല്ലാം കൂടെ കഴിക്കാം. വളരെ ടേസ്റ്റാണ്. പനീറിനി ഇങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാവരും.